ഹരേ കൃഷ്ണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. നവരാത്രിയുടെ 4-ാം ദിവസമാണല്ലോ ഇന്ന്. ഞായറാഴ്ചയാണ്, ഒക്ടോബർ 6-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ ആ ആദിപരാശക്തിയുടെ ഭാവം കൂശ്മാണ്ഡാദേവിയായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അത് സൃഷ്ടിയുടെ ഊർജം അണ്ഡത്തിൽ സൂക്ഷിച്ചവൾ എന്നൊക്കെയാണ് ആ അവതാരനാമത്തിൻ്റെ അർത്ഥം. 8 കൈകളാണ് ഉള്ളത്. അതുകൊണ്ട് അഷ്ടഭുജ ദേവീന്ന് ആ ദേവിയെ വിളിക്കും. പ്രപഞ്ച സൃഷ്ടിക്ക് കാരണഭൂതയാണ് ആദിശക്തി. വിശേഷണങ്ങൾ അങ്ങനെ ഒത്തിരിയുണ്ട്. പാർവതീദേവി മഹേശ്വരനുമായ ഉണ്ടായ വിവാഹത്തിന് ശേഷം ശിവശക്തി ഭാവത്തിലായ ഉമയാണ് കൂശ്മാണ്ഡ. ഉമാദേവിയാണ് കൂശ്മാണ്ഡയായിട്ട് അറിയപ്പെടുന്നത്. പ്രപഞ്ച സൃഷ്ടാവായ സൂര്യഭഗവാന്റെ ദേവതയാണ്. അപ്പോൾ ജാതകത്തിൽ സൂര്യൻ്റെ അനിഷ്ടസ്ഥിതിയൊക്കെ ഉള്ള ആളുകൾക്ക് ദോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആദിത്യദോഷമൊക്കെ ഉള്ളവർക്ക് ശരിക്കും ഇന്ന് ഈ ദേവിയെ കൂശ്മാണ്ഡഭാവത്തിൽ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. കാരണം സൂര്യനെ നിയന്ത്രിക്കുന്ന ദേവതയാണ്. അപ്പോൾ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള പൂജയാണ് ഏറ്റവും ഉത്തമം. ദേവിയെ കൂശ്മാണ്ഡഭാവത്തിൽ തന്നെ ശരണം പ്രാപിച്ചാൽ എല്ലാവിധ രോഗപീഠകളിൽ നിന്നും മുക്തി നേടും. പിന്നെ സമൂഹത്തിൽ കീർത്തിയും സ്ഥാനമൊക്കെ കിട്ടും. അപ്പോൾ അത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. നമ്മളെ ആദിപരാശക്തി തന്നെയാണ്, ദുർഗാദേവി തന്നെയാണ്. അപ്പോൾ ആ ദുർഗാദേവിയുടെ 4-ാമത്തെ ദിവസത്തിൽ ആണ് ഈ കൂശ്മാണ്ഡ സ്വരൂപമുള്ളത്. അപ്പം അതിനൊരു മന്ത്രം എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്: സുരാസമ്പൂർണ കലശം രുദ്രാപ്ലുതമേവ ച ദധാനാ ഹസ്തപദ്മാഭ്യാം കൂശ്മാണ്ഡ ശുഭദാസ്തു മേ. ഇതാണ് ആ മന്ത്രം കേട്ടോ. യാ ദേവി സർവഭൂതേഷു മാ കൂശ്മാണ്ഡരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. അപ്പോൾ എല്ലാവരും പറ്റാവുന്ന ആളുകളൊക്കെ എന്തായാലും നവരാത്രി ആവുമ്പോൾ എല്ലാവരും ആ ഒരു കർമ്മത്തിലിരിക്കുകയാണല്ലോ. അപ്പോൾ കുട്ടികൾ മാത്രമല്ല, നമുക്ക് പറ്റാവുന്നവരൊക്കെ ഈ പറഞ്ഞ മാതിരി രോഗപീഠകൾക്കൊക്കെ ആദിത്യ ഭഗവാന്റെ ആ ഒരു ഇതുണ്ടെങ്കിൽ, സൂര്യദശയിലൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ ഇത് നല്ല ഉപകാരപ്രദമാവും. അപ്പം അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു 7 21 ഒക്കെ ആയിട്ട് സ്തുതിക്കുക. അപ്പം അത് ഏറ്റവും നല്ല കാര്യത്തിൽ പെടും. ഇന്നത്തെ രാവിലെ തന്നെ അത് തുടങ്ങുക. നമ്മൾ കുളിച്ച് പറഞ്ഞ മാതിരി ഈർന്നെടുത്തിട്ടൊന്നും ഇപ്പോൾ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് ഒന്ന് ഇരുന്ന് ചൊല്ലാൻ പറ്റുന്നതാണെങ്കിൽ വളരെ ഉത്തമമാണ്. അതിപ്പോൾ 7 ആവാം, 21 ആവാം, 14 ആവാം, ഏത് വേണമെങ്കിലും ആവാം. അവനവൻ്റെ പറ്റാവുന്ന തരത്തിൽ അത് ചെയ്ത് ചെല്ലുക. അപ്പോൾ രോഗപീഠകൾ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ അതിൽ നിന്നുള്ള ഒരു എന്താ പറയുക വ്യത്യാസം ഉണ്ടാവും. അതുപോലെ പ്രശസ്തി ഒക്കെ താനേ വന്നു ചേരും. അപ്പോൾ അത് ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ആദിപരാശക്തിയുടെ ആ കൂശ്മാണ്ഡാദേവിയുടെ അനുഗ്രഹം കിട്ടട്ടെ. ഇനി നാളെ ഈ നേരത്തെ തന്നെ നമുക്ക് നാളത്തെ കാര്യമായിട്ട് വരാം. 5-ാമത്തെ ദേവി കാര്യം നമുക്ക് പറയാം. അപ്പോൾ എല്ലാവർക്കും നവരാത്രി ആശംസകൾ.